സ്വപ്നത്തിന്റെ ഹാങ് ഓവർ ഇന്ന് മാറിയിട്ടില്ല മൂർത്തി. എനിക്കൊരൊറ്റ കാര്യം അറിയണ്ടുള്ളൂ. എന്തിനാ നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് ദുർഗേച്ചി ഇത്രയും എതിർക്കുന്ന? ചേച്ചിക്ക് താലോലിക്കാനും പുന്നാരിക്കാനും ഒരു മോളുള്ളതല്ലേ? പപ്പി, അമ്മ വന്ന വേഗം നമുക്കും പോണം. നിങ്ങളത് മിനിക്ക് മിനിക്ക് കൊച്ചിന് കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കരുത്. വന്നു കയറാൻ പോകുന്നത് ഈ വീട്ടിലെ ഒരു രാജകുമാരിയാ. അവൾക്ക് കിടക്കാൻ സപ്രപഞ്ചക്കട്ടിൽ വരെ ഒരുക്കാൻ തയ്യാറാ ഞാൻ. ഇതെന്റെ വക. കുഞ്ഞിനെ കൊണ്ടുവരും അറിഞ്ഞപ്പോ മുതലുള്ള പണിയാ. ഓ, എങ്ങനെയുണ്ട് നോക്കിയേ. നമുക്ക് ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ മൂർത്തിയുടെ അരുണയുടെ കാര്യം പറയണോ കാർത്തിയായിനി? നമ്മുടെ മകനൊന്ന് ചിരിച്ചു കാണുന്നത് ആ കുഞ്ഞിനെ കാണാൻ പോയതിനു ശേഷമാ. ആ, ഈ കുഞ്ഞിന്റെ വരവോടെ നമ്മുടെ ഈ വീട്ടിലെ പഴയ കളിയും ചിരിയും സന്തോഷവും എല്ലാം തിരിച്ചു വരുമെന്നാ എന്റെ തോന്നൽ. വരട്ടെ. എന്നും നമ്മളിങ്ങനെ കഷ്ടപ്പാടിലും ദുരിതത്തിലും കിടന്നാ പോരല്ലോ. നമുക്കും സന്തോഷിക്കാനും ആനന്ദിക്കാനും ഈ കുഞ്ഞിലൂടെ ഈശ്വരനൊരു വഴി കാണിച്ചു തന്നാ കരുതിയാ മതി. ആ മോക്ക് കുറുക്കും പാലും എല്ലാം കരുതിയിട്ടില്ലേ? എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, ഇനി ആ സുന്ദരി മോളൊന്ന് ഇങ്ങോട്ട് വന്നാ മാത്രം മതി. ആ ദേ അവരിക്കെത്തി. വാ മക്കളെ വാ. വാ മക്കളെ. ആ നിക്കേ. അങ്ങനെ അങ്ങ് കയറാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം. എന്താ പ്രശ്നം? ചില ചടങ്ങുകൾ ഉണ്ടാവും, അതോട് തെറ്റിക്കുകയല്ല. സുന്ദരിക്കുട്ടിയെ അച്ഛനാണേ. ആ ഉമ്മ. അമ്മ വരുന്നല്ലോ. അതെ, ഇങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ആരതി ഒഴിയണം. ആ ദുർഗ വന്നല്ലോ. മോളെ, ദാ കുഞ്ഞു വന്നു. സുന്ദരിക്കുട്ടി. അരുണേ, അരുണേ, എന്തു പറ്റി? എന്തു പറ്റിയടാ? അരുണേ, എന്തു പറ്റി? എന്തിനാ നിലവിളിച്ചേ? അരുണേ, എന്തു പറ്റി? എന്തിനാ നിലവിളിച്ചേ? എന്തു പറ്റി? മൂർത്തി, ഞാനൊരു സ്വപ്നം കണ്ടു. നീ അതും ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാ ഈ ദുസ്വപ്നമൊക്കെ കാണുന്നത്. കിടക്കുമ്പോ പ്രാർത്ഥിച്ചു കിടക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? മോളെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതായിട്ടാ സ്വപ്നം കണ്ട്. അപ്പോ ദുസ്വപ്നമല്ലല്ലോ, അതൊരു നല്ല സ്വപ്നമല്ലേ? നല്ല സ്വപ്നമായിരുന്നു. ഞാനും മൂർത്തിയും നമ്മുടെ കുഞ്ഞും പിന്നെ അച്ഛനും അമ്മയും അവരുടെ സന്തോഷമൊക്കെ കണ്ട് രസിച്ചു വരുമായിരുന്നു. ആ എന്നിട്ട് എന്ത് സംഭവിച്ചു? സന്തോഷത്തെ കീറിമുറിക്കാൻ ആരെങ്കിലും എൻട്രി ആയോ? വരുമല്ലോ ഒരു ദുർഗ. ഇതെങ്ങനെയാ ഇത്ര നല്ലൊരു അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനൊരു മോള് പിറന്ന്? അവര് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഏത് നേരവും അവരുടെ മുഖം എന്തെങ്ങനെ കടന്നിൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നേ. സ്നേഹമൊന്നും വികാരമൊന്നും അവർക്കില്ല. ചേച്ചിയുടെ ക്യാരക്ടർ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയാ. ഗൗരവമായിരുന്നു അന്ന് മുഖഭാവം. എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ചേച്ചിയായിരുന്നു. പോകുന്ന പോക്കില് എന്നോട് ആരെങ്കിലും ഒന്ന് മിണ്ടാൻ വന്നാലോ കളിതമാശ പറയാൻ വന്നാലോ ഞാൻ അവരോടൊന്നും മിണ്ടാൻ പാടില്ല. സ്കൂൾ വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂള്.
എൻ്റെ കൂട്ടുകാർക്ക് പോലും എൻ്റെ ചേച്ചിയെ പേടിയായിരുന്നു. ബോഡി ഗാർഡെന്നായിരുന്നു അവർ ചേച്ചിയെ വിളിച്ച് കളിയാക്കൊണ്ടിരുന്നത്. നല്ല ബാല്യം. ശരിക്കും ഒരു പട്ടാളച്ചിട്ടയിൽ വളർന്നുണ്ടാവും മൂർത്തി ഒരു അൺറൊമാൻറ്റിക് ആയി മാറിയത്. അൺറൊമാൻറ്റിക്കോ? ഞാനോ? ആ, എൻ്റെ കോളേജ് ജീവിതത്തിലെ ഓട്ടോഗ്രാഫ് നീ ഒന്ന് വായിച്ചു നോക്ക്. ഉം. അതിനകത്ത് ഒത്തിരി ഒത്തിരി പ്രണയങ്ങളുള്ള ഒരു കാമുകനെ നിനക്ക് കാണാൻ പറ്റും. ഉം ഹും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിനിടയില് ഒരിടത്തും ഞാൻ ആ കാമുകനെ കണ്ടിട്ടില്ലല്ലോ. ആണോ? ആ, ശരി ശരി. ആ കാമുകനെ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഉം. ആ കാമുകനെ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. എന്താ കാണിക്കുന്നേ? ഞാൻ ആ സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല മൂർത്തി. എനിക്കൊരൊറ്റ കാര്യം അറിയണ്ടുള്ളൂ. എന്തിനാ നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് ദുർഗേച്ചി ഇത്രയും എതിർക്കുന്ന? ചേച്ചിക്ക് താലോലിക്കാനും പുന്നാരിക്കാനും ഒരു മോളുള്ളതല്ലേ? എന്നിട്ടും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എന്തിനെങ്ങനെ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നേ? എടാ, നീ അത് കാര്യാക്കണ്ട. ഞാനത് കാര്യാക്കുന്നില്ലല്ലോ. അതെ, നമുക്ക് നമ്മുടെ മോളെ കൊണ്ടുവരാം. ആരെതിർത്താലും നമ്മൾ ആ കുഞ്ഞിനോടെ കൊണ്ടുവരും. നമ്മുടെ മോളായിട്ട് അവൾ ഈ വീട്ടിൽ വളരുകയും ചെയ്യും. പോരെ? ഇപ്പൊ ആ സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് ചെറിയൊരു പിന്മാറ്റമില്ലേ? മാറി മാറി വരുന്നു. എനിക്ക് എൻ്റെ പൊന്നുമോളെന്ന് കാണണം. പൊന്നുമോളെ, നീ എന്താ നിന്റെ അമ്മയൊന്ന് കാണാൻ വരാത്ത? നിനക്ക് എന്നെ വേണ്ടേ മോളെ? ചേച്ചി ചേച്ചി വിളിക്കണ്ട, ചെറിയ മയക്കത്തിലാ. മോളെ, പക്ഷേ മോളുടെ കാര്യമൊക്കെ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. അമ്മയാ മോളെ? മോളെന്താ അമ്മയെ കാണാൻ വരാത്ത? മോക്കെന്താ ഈ അമ്മയെ വേണ്ടേ? എൻ്റെ മോളെ, അമ്മ. മോളെ കുറിച്ചുള്ള ആദ്യ ശാരികയുടെ ഇപ്പോഴത്തെ പ്രശ്നം. മോളെ ഒന്ന് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ശാരികയുടെ പകുതി അസുഖം മാറിയേനെ. അതിപ്പോ അന്വേഷണം നടക്കുന്നുണ്ട്. ആരാ കൊണ്ടുപോയതെന്നോ എങ്ങോട്ടാ കൊണ്ടുപോയതെന്നോ ഒരറിവുമില്ല. നമ്മുടെ പോലീസല്ലേ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന അവസ്ഥയിലായിപ്പോ. ചെന്ന് പറഞ്ഞോണ്ടേയിരിക്കണം. എന്തെങ്കിലുമൊക്കെ നടപടിയെടുക്കാൻ അതേ വഴിയുള്ളൂ. എല്ലാവരും അവരവരുടേതായ വഴികളിലൂടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാ സത്യം.